ഇന്ന് രാവിലെ തന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഇതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഉമ്മാനോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അത് രാവിലെ ഒന്നും കൂടെ കഴുകിയിട്ട് പിന്നെ സ്ട്രെയിനറിൽ അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിയപ്പത്തിന് പഴം, ഇത് മൈസൂർ പഴമാണ്, ഞാൻ നന്നായിട്ട് കൂട്ടും. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാനിത് അരച്ചു കൊടുക്കുമ്പോൾ ഒന്നിച്ചരക്കൂല, ഇങ്ങനെ ഓരോ ബാച്ചാക്കിയാണ് അരച്ചെടുക്കുക. ഇത് ഏകദേശം 1 കിലോന് അരി ഉണ്ട് കേട്ടോ. എൻ്റെ മോന് മദ്രസിൽ സെൻഡ് ഓഫ് ഉണ്ട്, അതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇത്രത്തോളം അരി. അതിലേക്ക് ഞാൻ 2 പഴം, പിന്നെ കുറച്ച് ഏലക്കായൻ്റെ സീഡും ഉപ്പും, പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറയാം എനിക്ക് എത്രത്തോളം ആയി എന്നുള്ളത്. പിന്നെ കുറച്ച് നല്ല ജീരകവും ഇട്ടെടുത്തു. പിന്നെ ഇത് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഉരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. ഇത് 750 ഗ്രാം ശർക്കര ഉണ്ട്. പിന്നെ അരി ഇങ്ങനെ ഓരോ ബാച്ചാക്കിയിട്ട് ഞാൻ എല്ലാം അരച്ചെടുത്തു. എനിക്ക് ആദ്യമൊന്നും ഈ ഒരു കുയ്യപ്പം എത്ര ഉണ്ടാക്കിയാലും റെഡി ആയിട്ട് കിട്ടില്ല. എൻ്റെ കുയ്യപ്പം ഭയങ്കര ഹാർഡായിരുന്നു. ആ ഒരു സമയത്ത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ പിന്നെ അത് ഹാർഡായിട്ട് പോകും. നെയ്യപ്പത്തിന് എനിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഭയങ്കര സക്സസ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് എൻ്റെ കുയ്യപ്പം സോഫ്റ്റ് ആയത്. പിന്നെ ഞാൻ ആ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തിട്ട് അത് ഞാൻ നല്ല സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുത്തണം കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് നല്ല ചൂടുള്ള ശർക്കരയാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് ചേർത്താൽ പൊടി പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചായി ചേർത്തെടുത്തത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പല റെസിപ്പീസും നമ്മൾ എന്തൊക്കെ ചെയ്തുണ്ടാക്കിയാലും ചിലപ്പോൾ അതിൻ്റെ പകുതി സാധനങ്ങളെ നമ്മൾ അമ്മമാർ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവരുണ്ടാക്കിയാൽ അതൊരു വേറെ ടേസ്റ്റാണ്. അവർക്ക് വേറെ തന്നെ ഒരു കൈപ്പുണ്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ആ ഉരുക്കിയെടുത്ത ശർക്കര മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അത് കുറച്ചൊരു ലൂസായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ കൂടുതലൊന്നും ചേർക്കണില്ല. ഞാനിതിലേക്ക് വേറെ ഒരു 3 ടീസ്പൂൺ മൈദപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇനി കുറച്ച് കട്ടായിട്ടുണ്ടാവും, ആ കട്ടയ്ക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. കുയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഏതുവിധ റെസിപ്പി വേണമെങ്കിലും കുയ്യപ്പത്തിൻ്റെ കിട്ടും. പിന്നെ ഇനി ഇത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് റെസ്റ്റ് ചെയ്താണ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഭയങ്കര തിക്കുണ്ടാവും മാവ്. പക്ഷേ എൻ്റെത് വലിയ തിക്നെസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാകൊത്ത് നെയ്യിൽ വഴറ്റിയെടുത്തതിന് അതും കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്ത വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ 1 കിലോന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമായിട്ട് ഉപയോഗിച്ചത്. അത് മതി, അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോൾ പിന്നെ കുയ്യപ്പം ഞാൻ ഓയിലിലാണ് ചുട്ടെടുക്കുന്നത്. ഓയിൽ അത്ര വലിയ ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓയിലിൽ ചുട്ടെടുക്കണം. അങ്ങനെ ഓയിൽ ചുട്ടെടുത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് നല്ല ചൂട് വേണം. ഇത് ഒഴിക്കണ സമയത്ത് നല്ല ചൂടുണ്ടായാലാണ് അത് പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കളറ് മാറുന്ന സമയത്ത് തന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്താലേ ഇത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ വെച്ച് കുറേ നേരം വേവിച്ചെടുത്താൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. ഞാൻ ആദ്യം ഈ കുയ്യപ്പം നെയ്യപ്പൊന്നും അധികം കഴിക്കില്ലായിരുന്നു. എനിക്ക് ആ സമയത്ത് മധുരമൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്ത പലഹാരങ്ങളൊക്കെ കഴിച്ചാൽ എനിക്ക് തലക്ക് ചെറിയൊരു തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും അധികം നല്ലത് കഴിക്കൽ തന്നെ അല്ലായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത മോനെ പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു മധുരത്തിനോടും ഇങ്ങനത്തെ പലഹാരത്തിനോടൊക്കെ താല്പര്യം ഉണ്ടായത്. അതിൻ്റെ ശേഷമാണ് ഞാനത് കഴിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഓവറായിട്ട് കഴിക്കില്ല. എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അതുവരെ 1-2 എണ്ണൊക്കെ കഴിക്കും. അപ്പോൾ എനിക്കിത് ഈ ഒരു സമയത്ത് ചുട്ടെടുക്കുന്ന സമയത്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം പിറ്റേ ദിവസം അതിൻ്റെ എണ്ണയൊക്കെ പറ്റി പോയിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് ചായയിൽ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു സമയത്ത് കഴിക്കുമ്പോൾ അതിൽ എണ്ണയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഈ ഒരു പാനിൽ 12 കുയ്യാണ്ടുള്ളത്, അതുകൊണ്ട് 12 ഉണ്ണിയപ്പം ചുട്ടെടുക്കാം.
അങ്ങനെ ഞാൻ ഓരോ ബാച്ചായിട്ട് പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റുള്ള ഒരു അപ്പം തന്നെയായിരുന്നു. പിറ്റേ ദിവസം അതുപോലെ നല്ല സോഫ്റ്റിൽ തന്നെ കിടന്നായിരുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിയ അത്രയ്ക്ക് ഒരു ഇഷ്ടമായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായിക്കണേ, എനിക്കെന്തോ വലിയൊരു ഇഷ്ടമല്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ല, അമ്മ ഉണ്ടാക്കണതിൻ്റെ അത്ര ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവില്ലല്ലോ.